നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം മുറുക്കി മുന്നണികൾ. വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിന്റെ പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയ യു.ഡി.എഫ് നേതാക്കൾ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചു. പോറ്റി ശബരിമലയിൽ കയറിയത് 2004-ലാണെന്ന് എൽ.ഡി.എഫ് മധ്യമേഖലാ ജാഥയിൽ മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ടീം യു.ഡി.എഫ് ആണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു കാസർകോട്ടെ പുതുയുഗയാത്രാവേദി. സ്വർണ്ണക്കൊള്ള മുഖ്യ പ്രചാരണ വിഷയമാക്കിയാണ് യു.ഡി.എഫ് നേതാക്കൾ സർക്കാരിനെ കടന്നാക്രമിച്ചത്. എസ്.ഐ.ടിയെ സമ്മർദ്ദത്തിലാക്കി പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. കേസ് എത്ര നീട്ടിക്കൊണ്ടുപോയാലും കള്ളന്മാരെ ജയിലിലടക്കുമെന്നും ജാഥ ഉദ്ഘാടനം ചെയ്ത കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. എസ്.ഐ.ടിയിലും സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർക്കുമേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തി അതിൽ പെടേണ്ട പ്രതികളെയെല്ലാം പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ കേസുണ്ടായ അന്നു മുതൽ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നീട്ടിക്കൊണ്ടുപോയി ശ്രമിച്ചാലും ഈ അമ്പലക്കള്ളന്മാരെ പിടിച്ച് എല്ലാവരെയും പിടിച്ചകത്താക്കുക എന്നുള്ളതായിരിക്കും യു.ഡി.എഫിന്റെ ഗവൺമെന്റിന്റെ ആദ്യത്തെ നടപടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. CPIM വർഗീയവാദികളുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുകയാണെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നും പ്രതിപക്ഷ നേതാവ്. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നടക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്ന പണിയാണ് CPM ചെയ്യുന്നത്. ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല, ടീം യു.ഡി.എഫ് 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ്. ജോസ് കെ മാണി നയിക്കുന്ന എൽ.ഡി.എഫ് മധ്യമേഖലാ ജാഥയുടെ ഉദ്ഘാടനത്തിലായിരുന്നു പ്രതിപക്ഷത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. പോറ്റി ശബരിമലയിൽ കയറിയത് 2004-ലെന്നായിരുന്നു കെ.സി. വേണുഗോപാലിനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ്. പോറ്റി അവിടെ കയറുന്നത് 2004-ലാണെന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004-ലെ ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. എൽ.ഡി.എഫിന്റെ മേഖലാ ജാഥകൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര കൂടി ആരംഭിച്ചതോടെ രാഷ്ട്രീയ വാക്പോര് വരും ദിവസങ്ങളിൽ മുറുകും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.